അമേരിക്കൻ മലയാളികളുടെ ഏറ്റവും വലിയ കേന്ദ്ര സംഘടനയായ ഫോമയുടെ 2026 അന്താരാഷ്ട്ര ഫാമിലി കൺവെൻഷന് മുന്നോടിയായി സദേൺ റീജിയൻ സംഘടിപ്പിച്ച കിക്ക് ഓഫ് ജനപങ്കാളിത്തം കൊണ്ട് വിജയകരമായി. മർഫി റോഡിലെ സ്റ്റാഫേർഡ് ബാങ്ക്വറ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ വിശിഷ്ടാതിഥികളോടൊപ്പം ഫോമയുടെ നാഷണൽ റീജിയണൽ നേതാക്കളും ചേർന്ന് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. MC-മാരായ അനില, ആൻസി എന്നിവരുടെ പ്രാർത്ഥനാ ഗാനത്തിന് ശേഷം അമേരിക്കയുടെയും ഇന്ത്യയുടെയും ദേശീയ ഗാനങ്ങൾ ആലപിക്കപ്പെട്ടു. ഫോമ സദേൺ റീജിയൻ വൈസ് പ്രസിഡന്റ് ബിജു ലോസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സദേൺ റീജിയൻ ചെയർമാൻ രാജേഷ് മാത്യു സ്വാഗതം ആശംസിച്ചു. നാഷണൽ കൺവെൻഷൻ്റെ കിക്ക് ഓഫ് ഇവിടെ നടന്നു. ഏതാണ്ട് 150ഓളം ഫോമ മെമ്പേഴ്സ് ഇതിനകത്ത് പങ്കെടുത്തു. ഞങ്ങൾക്ക് 5 പ്ലാറ്റിനം സ്പോൺസേഴ്സും അതുപോലെ തന്നെ 92 രജിസ്ട്രേഷനും ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് കൊണ്ടുവരാൻ സാധിച്ചു. ഇത് ഫോമയുടെ റീജിയണൽ RVP ബിജു ലോസൻ ഡാളസിൽ നിന്നും, അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ സെക്രട്ടറി ബൈജു വറീസ് ന്യൂജേഴ്സിയിൽ നിന്നും, കൂടാതെ നമ്മുടെ എല്ലാം പ്രിയങ്കരായിട്ടുള്ള റീജിയണൽ ചെയർ രാജേഷ് മാത്യു, അതോടൊപ്പം സുബിൻ കുമാരൻ, മീഡിയ ചെയർ സൈമൻ വാളച്ചേരൽ, സദേൺ റീജിയൻ ട്രസ്റ്റി ജോയി എൻ സാമുവൽ, ഫോമയുടെ മുൻ RVP മിസ്റ്റർ മാത്യൂസ് മുണ്ടയ്ക്കൽ മുതലായവർ ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഈ ജനുവരി മാസം 9, 10, 11 തീയതികളിൽ കേരള കൺവെൻഷൻ നടക്കുന്നു. 9-ാം തീയതി കോട്ടയത്ത് വിൻസർ കാസിൽ, 10-ാം തീയതി കുമരകത്ത്, 11-ാം തീയതി ഗോകുലം പാർക്കിൽ. അങ്ങനെ ഈ 3 ദിവസം നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പോകുന്നതിനും അതോടൊപ്പം തന്നെ ഇതിൽ പങ്കാളികളാകുന്നതിനും വേണ്ടി നമുക്ക് മുമ്പോട്ട് പോകാം. അതോടൊപ്പം തന്നെ കേരള കൺവെൻഷൻ്റെ ഗ്രാൻഡ് സ്പോൺസറായിട്ട് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് ബിജു ലോസൻ, നമ്മുടെ ലോസൻ ട്രാവൽസിൻ്റെ CEO ആണ്. ഫോമയുടെ ആരംഭകാലം മുതൽ ഫോമയ്ക്ക് വേണ്ടി എന്ത് സഹായവും പ്ലാറ്റിനം സ്പോൺസറല്ല, ഈവൻ സ്പോൺസറല്ല, ഏത് വിധത്തിലുള്ള സഹായം ചെയ്യുവാനായിട്ട് അമേരിക്കയിലെ മലയാളികളുടെ ഇടയിൽ വ്യക്തിത്വമുണ്ട്. നമുക്ക് ആർക്കും ഒന്നും പറയണ്ട. ഞാനും സുബിനും ജിജു അതുപോലെ തന്നെ മാത്യൂസ് മുണ്ടയ്ക്കൽ, ജോയിസ് സാമുവൽ എല്ലാം കൂടി നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ജോർജ് ജോസഫിനെ സമീപിച്ചപ്പോൾ 2 കൈ നീട്ടി സഹായിക്കാനായിട്ട് മുമ്പോട്ട് വന്ന അദ്ദേഹത്തോട് സദേൺ റീജിയന് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കാത്ത ഒരു RVP ആയിരിക്കും ബിജു ലോസൻ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? വേറെ ഒന്നുകൊണ്ടുമല്ല. 26-28 നമ്മുടെ സദേൺ റീജിയൻ 2 ഹൂസ്റ്റൺ, ഡാളസ്. 2026 നടക്കുന്ന ഹ്യൂസ്റ്റൺ കൺവെൻഷന് ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. യു ഹാവ് എ വെരി സ്ട്രോങ് ടീം. Like you know what, everyone is multi-talented and everyone is so much good in their own areas. So I would like to say our support, and you can delegate all the responsibility to us. അതോടൊപ്പം തന്നെ ഈ സമയത്ത് ഇത്രയും ദൂരം ട്രാവൽ ചെയ്തു വന്ന ഗസ്റ്റ് സ്പെഷ്യൽ താങ്ക്സ്. അതുപോലെ തന്നെ നാഷണൽ PR ടീം കോർഡിനേറ്റർ ആയിരിക്കുന്ന രേഷ്മയോടുള്ള സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. സോ വി ഹാവ് ദ കൾച്ചറൽ കോർഡിനേറ്റർ ഹിനി ഹരിദാസ് ഹിയർ. വി ഹാവ് ദ ഹ്യൂസ്റ്റൺ റീജിയൻ കോർഡിനേറ്റർ ചെയർ റീന. വി ഹാവ് ദ സെക്രട്ടറി ആൻസി. വി ഹാവ് ദ ജോയിന്റ് ട്രഷറർ പൊടിയമ്മ പിള്ളை. ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഞങ്ങളുടെ കൺവെൻഷൻ കാണുമെന്ന് ഈ സമയത്ത് പറയുന്നു. താങ്ക് യു. ഫോട്ടോ എടുത്തോളാം ചേച്ചിയുടെ ഫോട്ടോ എടുത്തു. പൗഡർ എടുത്തോണ്ട് മണം വരാനാ.
ഒരു ബിസിനസ് മീറ്റ് എറണാകുളത്ത് വെച്ച് നടക്കുന്നു. ആ ബിസിനസ് മീറ്റിന്റെ ഗ്രാൻഡ് സ്പോൺസറായിട്ട് നമ്മളോടൊപ്പം ഒരാൾ ഇന്നിവിടെ ചേർന്നിട്ടുണ്ട്. സതേൺ റീജിയൻ RVP ബിജു ലോസർ. ഓൾറെഡി നമ്മൾ നേരത്തെ കേരള കൺവെൻഷനെ അനൗൺസ് ചെയ്തതാണ്, പക്ഷെ അതിലേക്ക് ചെക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഇന്ന് ഒഫീഷ്യലായിട്ട് ആ ചെക്ക് കൊടുക്കുകയാണ്. കേരള കൺവെൻഷന്റെ ഗ്രാൻഡ് സ്പോൺസർ. താങ്ക് യു ബിജു ജോസഫ്. ഞങ്ങളെ ഗുരു തുല്യനായിട്ടുള്ള ആളാണ് ശശിയാനന്ദൻ. ഒരിക്കൽ കൂടി താങ്ക് യു. ആ ഹോമയോടൊപ്പം അന്ന് മുതൽ പ്രവർത്തിച്ച് ഇവിടെ വരെ എത്തി. അങ്ങനെയുള്ള ഒരു ഹോമയെ എത്രയും ഇവിടെ രണ്ടാമത് ഒരു കൺവെൻഷൻ വന്നപ്പോൾ അത് എത്രയും ഭംഗിയാക്കി തീർക്കണം എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് എല്ലാവരുടെയും സഹകരണം ഈ സമയം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ശ്രീ ബേബി മണക്കുന്നേൽ അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം അവിടെ ഇവിടെയൊക്കെ ചില പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായിരുന്നതെല്ലാം സ്ട്രൈറ്റ് അപ്പ് ചെയ്ത് അദ്ദേഹം ഐക്യത്തോടു കൂടി ഇത്രയും മെമ്പർഷിപ്പ് അക്യുമുലേറ്റ് ചെയ്യുവാൻ സാധിച്ചു. അതിൽ അങ്ങേയറ്റം ഞാൻ അഭിമാനിക്കുന്നു.